ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ തളപതി വിജയ് നായകനായ 69ാമത്തെ ചിത്രം, അതായത് വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രം എന്ന് പറയുന്ന പടത്തിൻ്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും എല്ലാം വന്നിട്ടുണ്ട്. അതായത് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പം ഞാനൊരു വീഡിയോ എടുത്തു. പക്ഷേ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ആയപ്പോഴത്തേക്കാണ് അതിൻ്റെ സെക്കൻഡ് ലുക്കും വന്നു. പിന്നെ രണ്ടിൻ്റെയും കൂടെ അഭിപ്രായം നമുക്ക് ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പം ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വിജയുടെ 69ാം ചിത്രത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സഭാനായകൻ എന്നാണ്. ടൈറ്റിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, കാരണം പുള്ളി പൊളിറ്റിക്സിലോട്ട് ഇറങ്ങാൻ പോകുന്നു. അപ്പം അതിന് മുന്നേ ആയിട്ടുള്ള ഒരു പടമല്ലേ, പേര് കേട്ടിട്ട് ഈ ഒരു സിനിമയിൽ പൊളിറ്റിക്സ് ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇടയ്ക്ക് കുറേ റൂമേഴ്സ് ഒക്കെ വന്നായിരുന്നു, അതായത് മറ്റേ ഭഗവന്ത് കേസരിയുടെ ഒക്കെ റീമേക്ക് ആയിരിക്കും ഈ പടം എന്നൊക്കെ. പക്ഷേ പേര് കേട്ടിട്ടും ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഒക്കെ കണ്ടിട്ടും അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ലുക്കാണ് ഫസ്റ്റ് ലുക്കായിട്ട് അവർ പുറത്തിറക്കിയത്. ഈ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് അത്ര അങ്ങ് സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ വിജയുടെ തന്നെ ഇതുപോലുള്ള കുറേ ലുക്ക് കണ്ടിട്ടുണ്ട്. തെരി സിനിമയ്ക്കകത്താണെങ്കിലും ഏതോ ഒരു പോസ്റ്റർ പുള്ളി സെൽഫി എടുക്കുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ വിജയ് റിയൽ ലൈഫിൽ തന്നെ ഇതുപോലെ കുറേ സെൽഫി എടുത്ത് ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫസ്റ്റ് ലുക്ക് ഇങ്ങനെ ഇറക്കിയപ്പം അത്ര ഒരു ഇമ്പാക്റ്റ് നമുക്ക് തോന്നിയില്ല. അതായത് ഓൾറെഡി നമ്മൾ കണ്ട സാധനം ആയതുകൊണ്ടായിരിക്കും. പിന്നെ പേര് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റ് ലുക്ക് ഓക്കെയാണ്. ഈ ഒരു ഫസ്റ്റ് ലുക്കിൻ്റെ ക്ഷീണം തീർക്കാനായിരിക്കും ആ ഒരു സെക്കൻഡ് ലുക്കും ഈ ദിവസം തന്നെ ഇറക്കി വിട്ടത്. അപ്പം ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു സെക്കൻഡ് ലുക്കായിട്ട് ഇറക്കിയത്. ഈ ഒരു പോസ്റ്റർ ആണെങ്കിലും അത്രങ്ങ് കൊള്ളാമെന്നല്ല, ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന ആ ഒരു സാധനം എന്നല്ലാതെ സെക്കൻഡ് ലുക്ക് കണ്ടപ്പോൾ ആകെ തോന്നിയത് പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്തു, അതിന് ഫ്രണ്ടിലൊരു ഫ്രെയിം വെച്ചു എന്നുള്ളതല്ലാതെ അത്ര വലിയ പ്രതീക്ഷ കൂട്ടുന്ന രീതിയിലുള്ള പോസ്റ്റർ ആണെന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ രണ്ട് പോസ്റ്ററിലും മെയിനായിട്ടുള്ളത് പുള്ളിയുടെ ചിരിയാണ്. അതായത് ഈ രണ്ട് ഫോട്ടോയിലും പുള്ളി നല്ല അടിപൊളിയായിട്ട് ചിരിച്ച് നിൽക്കുന്ന പോസ്റ്റാണ് രണ്ട് ഫോട്ടോയിലും. ഈ രണ്ട് പോസ്റ്ററൊക്കെ കണ്ടിട്ട് സിനിമ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആക്ഷൻ ആ ഒരു ബേസ് ആയിരിക്കും സിനിമയെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഒരു ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും കൊണ്ട് ഒരു സിനിമയെ നമുക്ക് വിലയിരുത്താനും പറ്റത്തില്ല, അത് വേറെ കാര്യം. ഫസ്റ്റ് ലുക്ക് ഇറക്കി സെക്കൻഡ് ലുക്കിൽ വേണമെങ്കിൽ കുറച്ച് ആൾക്കാരെയും കൂടെ ഹീറോയിൻ ഉണ്ടായിരുന്നു, ഹീറോയിനെയൊക്കെ വെച്ച് ഉള്ളൊരു ഫോട്ടോയും ആവായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും അത്രങ്ങ് മികച്ചതായിട്ടും തോന്നിയില്ല, അത്രങ്ങ് ലോയും അല്ല സാധനം, ഒരു ആവറേജ്. പിന്നെ സെക്കൻഡ് ലുക്ക് ആവറേജിലും കുറച്ചുകൂടെ താഴെ പോയോ എന്ന് ഒരു സംശയം. പിന്നെ വിജയുടെ അവസാന ചിത്രം തന്നെ ആയിരിക്കും ഇത്. പിന്നെ ഇപ്പോൾ ചില റൂമേഴ്സൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ ലിയോ 2 നടക്കും എന്നൊക്കെ. നടന്നായിരുന്നെങ്കിലും കൊള്ളായിരുന്നു. ആ ഒരു പടത്തിൻ്റെ സീക്വലൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ 1-2 പടമായിട്ട് വിജയുടെ പടത്തിൻ്റെയൊക്കെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഒക്കെ ഭയങ്കര ശോകമായിട്ട് തന്നെ തോന്നുന്നു. അതിന് മുന്നേ ഉള്ള ഐറ്റമൊക്കെ നല്ല അടിപൊളി സാധനമായിരുന്നു. മാസ്റ്ററിൻ്റെ ഒക്കെ ഫസ്റ്റ് ലുക്ക് അടിപൊളി സാധനമായിരുന്നു. കുറച്ചുകൂടെയൊക്കെ പണിയെടുത്തായിരുന്നെങ്കിൽ ഈ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഒക്കെ കുറച്ചുകൂടെയൊക്കെ നന്നാക്കായിരുന്നു. ഏതായാലും നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അഥവാ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതും പറയുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വിജയുടെ അവസാന ചിത്രമായ സഭാനായകന് വേണ്ടി എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, ബൈ.